കുറേ മാധ്യമ പ്രവർത്തകരും ബിഗ് ബോസിലുള്ള ആൾക്കാരടക്കം ഉള്ള ആൾക്കാരും നമ്മളെ അറസ്റ്റ് ചെയ്തെന്ന് ആൾക്കാർ പറഞ്ഞിട്ടാക്കാൻ തുടങ്ങി. എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചത്? സാറേ, സാറും എല്ലാം കണ്ടോ? എന്ത് കണ്ടോന്ന്? ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യമുനയിലേക്ക് ബിഗ് ബോസ് താരം ജിൻഡോ എത്തുന്നു. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. തസ്ലീമയുമായി ലഹരി ഇടപാട് നടത്തിയോ എന്നതിലാണ് അന്വേഷണം. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഈ കാര്യമായിട്ട് നമുക്കൊരു യാതൊരു ബന്ധവുമില്ല. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നും അല്ല. ചോദ്യം ചെയ്യലിന് ചൊവ്വാഴ്ച തന്നെ ഹാജരാകണമെന്ന് എക്സൈസ് അറിയിച്ചിരിക്കുന്നു. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. ചെമ്പരന്ത് വേഗത വണ്ടിയിലോട്ട് കയറി. ഇത്തരത്തിൽ ജിൻഡോയുമായി തസ്ലീമ സാമ്പത്തിക ഇടപാട്, അതായത് ജിൻഡോ തസ്ലീമയ്ക്ക് പണം അയച്ചതായി ഉൾപ്പെടെ നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതുന്നു. തസ്ലീമയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എടുത്ത ശേഷമാണ് ഇത്തരത്തിൽ ജിൻഡോ പലതവണ സാമ്പത്തിക പണം കൈമാറിയതായി കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നും എനിക്ക് കമ്പനിയില്ല, എന്നെ എന്തിനാ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്ന? ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ തന്നെ എനിക്ക് മദർ തെരേസ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. 3 മദർ തെരേസ അവാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ്. ശുദ്ധഹൃദയനായ എന്റെ പരിശുദ്ധിയെ സംശയിക്കാന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് നാട്ടിലൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു കേസ് മതി ആകെ. ഇത് ലഹരി ഇടപാടിന്റെ ഭാഗമായിട്ടാണോ ഈ പണം കൈമാറിയത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ എക്സൈസ് സംശയിക്കുന്നത്. ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചറിയ? എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. എന്റെ അക്കൗണ്ടിൽ നിന്ന് പല ആളുകൾക്ക് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളുണ്ടാവും. അപ്പൊ വന്താൻ തലവരവ ജിൻഡോന് ഏതിനാ, ലഹരിയാണോ അതോ ഈ വാണിഭമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. എന്റെ ഫ്രണ്ടാ, ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ. ഇനിയിപ്പോ ഈ കേസ് മുന്നോട്ട് പോകുമ്പോ ഞാൻ കുറച്ച് പറയും. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? ജിൻഡോന്റെ കാര്യത്തിൽ വരും ദിവസങ്ങളിലൊരു സംഗതി, 1-2 സംഗതികളൊക്കെ ഇത് മര്യാദക്കാണ് പോണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ആളുകൾ പലതും പറയുന്നുണ്ട്. എനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ മീഡിയാസിനെതിരെ ഞാൻ പോകും. അത് ഉറപ്പാണ്, 100% ഉറപ്പ്. വായിലെ നാക്കിന് അല്പം നീളം കൂടുതലുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. ഡ്രഗ്സ് കേസിലോ കാര്യങ്ങളിലൊന്നും നമ്മൾ പെടുന്ന ആളല്ല. കൂടി വലിക്കും. അത് ഞാൻ ഈ ലോകമെമ്പാടും കാണുന്നത് തന്നെ ബിഗ് ബോസിൽ വലിച്ചിട്ടുള്ളതാണ്. നീനൊന്നും പറയണ്ടേട്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എന്താ പറയുക, നമ്മളോടൊരു വ്യക്തിവൈരാഗ്യം പോക്കണ പോലത്തെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാവണാശിനി തടിയും വന്നപ്പോ ഉണ്ടെന്നേ ഉള്ളൂ. കൊച്ചു കുട്ടികളുടെ മനസ്സാ. കഞ്ചാവ് കേസിൽ റാപ്പർ വേടൻ ഉൾപ്പെടെ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വെൽക്കം ഹോം.